കാട് കയ്യേറി കൂടുകൾ നിർമ്മിക്കുന്നു. വിദേശികളായ പ്രാണികൾക്ക് വാടകയ്ക്ക് കൊടുക്കാനാണത്രേ പാറ്റ ഇത്തരം കൂടുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശ്വര, നമ്മുടെ കഞ്ഞിയിൽ പാറ്റ വീണത് തന്നെ. എന്താ കേട്ടാ? എന്ത് പറ്റി? എന്താ? നോക്കൂ, നമ്മുടെ ചുക്കിനെണ്ണാനെ വേട്ടക്കാരൻ ചുട്ടും പിടിച്ചോണ്ട് പോയി. നേരോ? കഷ്ടമായി പോയി. ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ ചുട്ടൻ അവളെ ചുട്ടുകൊല്ലും. ഇനി എന്താ ചെയ്യാ? പക്ഷെ കേട്ടാ, നമുക്കെങ്ങനെ അവളെ രക്ഷിക്കാൻ കഴിയാ? വേട്ടക്കാരന്റെ കയ്യിൽ അമ്പും വില്ലുമുണ്ട്. അവൻ നമ്മയും കൊല്ലും. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചേ പറ്റുമോളൂ. പാവം ചുക്കിനെ അണ്ണാൻ. അവളുടെ കുഞ്ഞുങ്ങൾ കൂട്ടിലിരുന്ന് കരയുന്നുണ്ട്. ശരി ശരി, നീ വേഗം പോയി ചെമ്പക്കുറുക്കനെ വിളിച്ചോണ്ട് വാ. അവന്റെ അടുത്ത് നല്ല സൂത്രങ്ങൾ ഉണ്ടാവും. നമുക്ക് വേഗം വേട്ടക്കാരന്റെ വീടിനടുത്ത് പോയി ഒളിച്ചിരുന്ന് അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ശരി, ഞാൻ ഇതാ വരുന്നു. കഷ്ടമായി പോയി. എന്താ മാക്രിക്കുട്ട? നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. വേട്ടക്കാരന്റെ വീട്ടിൽ പോകുമ്പോ സൂക്ഷിക്കണം കേട്ടോ. അവൻ മഹാബുദ്ധിമാനാ. അവൻ നിങ്ങളെയും കൊല്ലും. അവന്റെ കെണിയിൽ പെടാതെ സൂക്ഷിക്കണം. എങ്കിൽ മാക്രിക്കുട്ടനും വാ ഞങ്ങളുടെ കൂടെ. തീർച്ചയായും വരാം. ചുക്കിനെണ്ണാൻ നമ്മുടെ ചങ്ങാതിയല്ലേ. ആപത്തിൽ കൂട്ടുകാരെ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ നല്ല ചങ്ങാതിമാരാവുമോ? കേട്ടനും ചെമ്പനും എത്തിയല്ലോ. ശരി, നമുക്ക് വേഗം പോകാം. ശബ്ദമുണ്ടാക്കരുത്. നോക്കൂ, ചുക്കിണിയണ്ണനെ വേട്ടക്കാരൻ കൂട്ടിലടച്ചിരിക്കുന്നു. അണ്ണാറക്കണ്ണനെ രക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യും? ചെമ്പ നോക്കൂ, വേട്ടക്കാരൻ വീടിന് പുറത്തിറങ്ങി വരുന്നു. ഏയ്, ഒന്ന് പതുക്കെ. അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. എന്താ അണ്ണാരക്കണ്ണ, നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അണ്ണാരക്കണ്ണ, അണ്ണാരക്കണ്ണ, ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? നീ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? അണ്ണാരക്കണ്ണ, അണ്ണാരക്കണ്ണ, ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? നീ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? അണ്ണാരക്കണ്ണ, അണ്ണാരക്കണ്ണ, ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? നീ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? അഴകേറും കൂടല്ലേ, കൂട്ടിൽ പഴമില്ലേ, തൂവള്ളിക്കിണ്ണത്തിൽ പാലുമില്ലേ, ചുറ്റും കണ്ടിട്ടിരിക്കുവാൻ ചന്തമില്ലേ. അഴകേറും കൂടല്ലേ, കൂട്ടിൽ പഴമില്ലേ, തൂവള്ളിക്കിണ്ണത്തിൽ പാലുമില്ലേ, ചുറ്റും കണ്ടിട്ടിരിക്കുവാൻ ചന്തമില്ലേ. കണ്ണുകൾ കീറാത്ത നാലഞ്ചു കുഞ്ഞുങ്ങൾ എന്നെയും കാത്തിട്ടിരിപ്പാണ്. അമ്മിഞ്ഞ പാലിനായി കാത്തിട്ടിരിപ്പാണല്ലോ.
കാണാഞ്ഞാൽ വിഷമിക്കുമോ? കുഞ്ഞു മക്കൾ വാവിട്ട് കരഞ്ഞിടുമോ? ദുഃഖം താങ്ങാൻ അവർക്ക് കഴിഞ്ഞിടുമോ? നിന്നെ കാണാഞ്ഞാൽ വിഷമിക്കുമോ? കുഞ്ഞു മക്കൾ വാവിട്ട് കരഞ്ഞിടുമോ? ദുഃഖം താങ്ങാൻ അവർക്ക് കഴിഞ്ഞിടുമോ? കണ്ണിലെ കണ്ണായ മക്കൾ നെഞ്ചിലെ ചൂടിൽ കാതൊട്ടും ഉറങ്ങുകില്ല. മുത്തം നൽകാതുറക്കം വരികയില്ല. നീ കുറെ കരഞ്ഞത് കൊണ്ടൊരു കാര്യവുമില്ല. നിന്നെ ഞാൻ വിടില്ല. ഈ കൂട്ടിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതായാലും ഞാൻ പോയി കുറച്ച് കാട്ടുകിഴങ്ങ് പറിച്ചോണ്ട് വരാം. കാട്ടുകിഴങ്ങ് തിന്നാൽ കുറച്ച് ദിവസം കൊണ്ട് നീ തടിച്ചു കൊഴുക്കും. എന്നിട്ട് നിന്നെ ഞാൻ ചുട്ടു തിന്നും. ആനിമോളെ, ഇനി ഇവിടെ നിന്നാൽ അപകടമാ. ചുക്കിണി അണ്ണാനെ ചുട്ടൻ ചുട്ടു തിന്നതിന് മുമ്പ് നമുക്ക് കൂട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി എന്തെങ്കിലും സൂത്രം കണ്ടെത്തി അണ്ണാരക്കണ്ണനെ രക്ഷിക്കണം. എന്താ? ശരിയാ. എല്ലാവരും എത്തിയിട്ടും നമ്മുടെ ദിനവൻ അമ്മാവനെ കാണുന്നില്ലല്ലോ. ദാ വരുന്നുണ്ടല്ലോ. മക്കളെ, ഞാൻ അല്പം വൈകി, അതുകൊണ്ടാ ലേറ്റായത്. ദിനവൻ ചേട്ടാ, വേഗം വന്നിരിക്കൂ. നമുക്ക് ഉടനെ ഒരു സൂത്രം കണ്ടുപിടിച്ച് ചുട്ടന്റെ കയ്യിൽ നിന്നും ചുക്കിണി അണ്ണാനെ രക്ഷപ്പെടുത്തണം. ഓ, ശരി ശരി. നല്ല ബുദ്ധി പ്രയോഗിച്ച് ചുക്കിണി അണ്ണാനെ നമുക്ക് ഉടൻ രക്ഷപ്പെടുത്താം. ബുദ്ധി കൊണ്ടൊന്നൊരു പ്രയോജനമില്ലെന്നേ. ശക്തിയാണ് വേണ്ടത്. ശക്തി ഉണ്ടെങ്കിൽ വേട്ടക്കാരനെ ഇടിച്ച് പപ്പടമാക്കാം. അണ്ണാരക്കണ്ണനെ രക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ വിഷമിച്ചിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. രക്ഷപ്പെടാൻ പോംവഴികൾ കണ്ടെത്തണം. അതിന് ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണം. ബുദ്ധി കൊണ്ട് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കാക്കയുടെ കഥ എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാ ആ കഥയൊന്ന് കേൾക്കട്ടെ. കേൾക്കണോ? പണ്ടൊരിടത്ത് ഒരു കാക്കച്ചമ്മ ഉണ്ടായിരുന്നു. നല്ല വേനൽക്കാലം. ഒരു വേനൽക്കാലം ഒരു കാകൻ ദാഹിച്ചവശയായി പാറി നടന്നു. ഒരു തുള്ളി ജലം പോലും ലഭിക്കാതെ ആ പാവം പല ദിക്കും തേടിയലഞ്ഞു. ഒരു വേനൽക്കാലം ഒരു കാകൻ ദാഹിച്ചവശയായി പാറി നടന്നു. ഒരു തുള്ളി ജലം പോലും ലഭിക്കാതെ ആ പാവം പല ദിക്കും തേടിയലഞ്ഞു. ക്ഷീണിച്ചു കാക്കച്ചിയമ്മ ഒരു വാഴക്കൈയിൽ ഇരുന്നു. നാനാഭാഗത്തും നോക്കിയിരിക്കെ ഒരു മൺകുടം അങ്ങകലെ കണ്ടു. ക്ഷീണിച്ചു കാക്കച്ചിയമ്മ ഒരു വാഴക്കൈയിൽ ഇരുന്നു. നാനാഭാഗത്തും നോക്കിയിരിക്കെ ഒരു മൺകുടം അങ്ങകലെ കണ്ടു. ആർത്തിയിൽ ദാഹം തീർക്കുവാൻ കാക്കയും മൺകുടവക്കിൽ ഇരുന്നു. പലവട്ടം നോക്കിയ ദാഹജലത്തിൽ ചുണ്ടെത്തുവാൻ കഴിയാതെ നിൽപ്പൂ. ആർത്തിയിൽ ദാഹം തീർക്കുവാൻ കാക്കയും മൺകുടവക്കിൽ ഇരുന്നു. പലവട്ടം നോക്കിയ ദാഹജലത്തിൽ ചുണ്ടെത്തുവാൻ കഴിയാതെ നിൽപ്പൂ.
തെളിഞ്ഞിടും തന്ത്രവുമായി കാകൻ കല്ലുകൾ കൊത്തിയെടുത്തു. വെള്ളം ഉയരുവാൻ കല്ലുകൾ ഭരണിയിൽ നിറച്ചിട്ട് ദാഹവും തീർത്തു. ഉള്ളിൽ തെളിഞ്ഞിടും തന്ത്രവുമായി കാകൻ കല്ലുകൾ കൊത്തിയെടുത്തു. വെള്ളം ഉയരുവാൻ കല്ലുകൾ ഭരണിയിൽ നിറച്ചിട്ട് ദാഹവും തീർത്തു. പ്രതിസന്ധികൾ വന്നണയും സമയം തൻ ബുദ്ധിയും തന്ത്രവും ആയുധമാക്കൂ. തരണം ചെയ്തിടാം എന്നോതി ആ കാകൻ എങ്ങോ പറന്നുപോയി. കേറ്റംപൂച്ച പറഞ്ഞത് ശരിയാണ്. ശക്തിയും ബുദ്ധിയും മാത്രം പോരാ, ധൈര്യവും വേണം. നല്ല ബുദ്ധിയും ശക്തിയും ഉള്ള ഒരാൾക്ക് ധൈര്യമില്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ശരിയല്ലേ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ചോണപ്പൻ എന്ന ഒരു ഉറുമ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അങ്ങനെ ഒരുത്തനുണ്ട്. നമുക്ക് ചോണപ്പന്റെ സഹായം തേടാം. എന്താ? ചോണപ്പൻ ഉറുമ്പോ? എന്റെ അപ്പോ, നിസ്സാരനായ ഒരു ഉറുമ്പിനെ വേട്ടക്കാരനെ തോൽപ്പിക്കാൻ കഴിയുമെന്നോ? എടാ ഡോങ്കു, നീ കളിയാക്കുകയൊന്നും വേണ്ട. ചോണനുറുമ്പ് നിസ്സാരനായ ഒരു ജീവിയാണെന്നാണോ നിന്റെ വിചാരം? ആരുടെയും കഴിവിനെ ചെറുതായി കാണരുത്. മറ്റുള്ളവരെ നിസ്സാരന്മാരായി കാണുന്നവരാണ് മണ്ടന്മാർ. ഓഹോ, എന്നാ ശരി. ചോണപ്പൻ ഉറുമ്പിനെ എന്താ ചെയ്യാൻ കഴിയാന്നോ? ചോണപ്പൻ വേട്ടക്കാരനെ ഓടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശക്തനായ വേട്ടക്കാരനെ ഒരു ചെറിയ ഉറുമ്പ് തോൽപ്പിച്ചെന്നോ? ഞാൻ വിശ്വസിക്കില്ല. എങ്ങനെയായിരുന്നു ചോണപ്പൻ ഉറുമ്പ് വേട്ടക്കാരനെ ഓടിച്ചത്? നമ്മുടെ ചോലപ്പുഴയുടെ വക്കത്ത് വെച്ചായിരുന്നു സംഭവം. പുഴയുടെ വക്കത്തെ അത്തിമരക്കൊമ്പത്ത് പാവം ഒരു പ്രാവ് വന്നിരുന്നു. പുള്ളിച്ചിറകുകൾ കൊത്തിക്കുടഞ്ഞും കൊണ്ടൊത്തിരി നേരം കഴിച്ചു കൂട്ടി. പുഴയുടെ വക്കത്തെ അത്തിമരക്കൊമ്പത്ത് പാവം ഒരു പ്രാവ് വന്നിരുന്നു. പുള്ളിച്ചിറകുകൾ കൊത്തിക്കുടഞ്ഞും കൊണ്ടൊത്തിരി നേരം കഴിച്ചു കൂട്ടി. കളകളം പാടും കുഞ്ഞോളങ്ങൾ കണ്ടിട്ട് വെള്ളരിപ്രാവിൻ മനം കുളിർന്നു. പെട്ടെന്നൊരു കട്ടുറുമ്പിൻ കരച്ചിൽ കേട്ടന്നേരം പ്രാവച്ചൻ ഒന്നു ഞെട്ടി. വെള്ളത്തിൽ മുങ്ങിക്കുളിക്കും ഉറുമ്പിനെ കാണേയിലയൊന്ന് കൊത്തിയിട്ടേ. പ്രാണൻ പിടയ്ക്കുന്ന നേരം ലഭിക്കുമ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കേറി. ജീവൻ കനിഞ്ഞിടും കട്ടുറുമ്പിൻ മുഖം സന്തോഷമാലെ തുളുമ്പി നിന്നേ. രക്ഷകൻ ദൈവത്തിൽ 1000 സ്തുതിയോതി ആ സ്ഥലം വിട്ടുറുമ്പന്നു നീങ്ങി. പിന്നെയും കട്ടുറുമ്പാവഴി പോകവെ ഒരു വേടനം
തോക്കുമായി കാത്തിരിപ്പു. തൂവൽ മിനുക്കുമാ പ്രാവിന്റെ മേനിയിൽ അസ്ത്രം തൊടുക്കുവാനായി നിൽപ്പു. വേടന്റെ കാലിൽ കടിക്കവേ അമ്പിന്റെ ദിശ മാറിയെങ്ങോ പോയി പതിച്ചു. പ്രത്യുപകാരം കൊടുത്തിടും പ്രാവിനെ രക്ഷിച്ചുറും വന്ന് യാത്രയായി. പരസ്പരം സ്നേഹിപ്പൂ നമ്മൾ സഹായിതരാവൂ. നമ്മൾ ശക്തിയില്ലാത്തവരെന്ന് കരുതുന്ന പലർക്കും പല വലിയ കാര്യങ്ങളും ചെയ്യാനാവും. ശരി, നമുക്ക് ചോണപ്പനുറുമ്പിനോട് നമ്മെ സഹായിക്കാൻ പറയാം. പറ്റില്ല പറ്റില്ല പറ്റില്ല. ഈ മണ്ടത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ചോണപ്പനുറുമ്പിനെ വിളിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. എനിക്കൊരു കിടിലൻ ബുദ്ധി തോന്നുന്നു. അയ്യടാ നിന്റെ ഒരു ബുദ്ധി. ചേച്ചേ, നല്ലൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തർക്കവും വാശിയും പാടില്ല. വഴക്ക് കൂടുന്നവർക്ക് അവസാനം ദുഃഖിക്കേണ്ടി വരും. വഴക്ക് കൂടി തോറ്റുപോയ മുട്ടനാടുകളെ കഥ കേട്ടാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വഴക്കടിക്കില്ല. എന്നാ ആ കഥയൊന്ന് കേൾക്കട്ടെ. കുഞ്ചപ്പാടത്തൊരു തോടുണ്ട്, തോട് നിറയും ജലമുണ്ട്. തോടിന്റെ വക്കത്ത് മേഞ്ഞു നടക്കും സ്നേഹിതരായ രണ്ടാടുണ്ട്. കുഞ്ചപ്പാടത്തൊരു തോടുണ്ട്, തോട് നിറയും ജലമുണ്ട്. തോടിന്റെ വക്കത്ത് മേഞ്ഞു നടക്കും സ്നേഹിതരായ രണ്ടാടുണ്ട്. കുട്ടനും മുട്ടനും പേരാണ്, മേനി കൊഴുത്ത കോലാടാണ്. കുട്ടനും മുട്ടനും പേരാണ്, മേനി കൊഴുത്ത കോലാടാണ്. നാട്ടിലെ മുക്കിലും മൂലയിലും ഇവർ കേളി പെരുത്ത നല്ലാടാണ്, കേളി പെരുത്ത നല്ലാടാണ്. തോടിന്റെ വക്കത്ത് മേഞ്ഞിടും, തമ്മില് സ്നേഹം കൈമാറിയിടും. അക്കരെ ഇക്കരെ പോകുവാൻ തോടിന്റെ മീതെ ഒറ്റ തടിപ്പാലമുണ്ട്. അക്കരെ നിൽക്കും ആ കുട്ടൻ ചൊല്ലി, ഞാനാദ്യം പാലം കടക്കുമെന്ന്. അക്കരെ നിൽക്കും ആ കുട്ടൻ ചൊല്ലി, ഞാനാദ്യം പാലം കടക്കുമെന്ന്. ഇക്കരെ നിൽക്കും മുട്ടനും ചൊല്ലി, ഞാനാദ്യം പാലം കടക്കുമെന്ന്, ഞാനാദ്യം പാലം കടക്കുമെന്ന്. ശാഠ്യം പിടിച്ചവസാനം അയ്യോ കുട്ടനും മുട്ടനും കേറി പാലം. പാലത്തിൻ മധ്യത്തിലെത്തി വേഗം, വഴിമാറാൻ കഴിയാതെ നിന്ന നേരം. കലികൊണ്ടവർ തമ്മിൽ ഏറ്റുമുട്ടി, കലികൊണ്ടവർ തമ്മിൽ ഏറ്റുമുട്ടി. തലപൊട്ടി താഴേക്ക് വീണ് ചത്തു. കലഹിക്കും ജീവിതമാകും കഷ്ടം, നഷ്ടത്തിലാകും അതാണ് സത്യം. കലഹിക്കും ജീവിതമാകും കഷ്ടം, നഷ്ടത്തിലാകും അതാണ് സത്യം, നഷ്ടത്തിലാകും അതാണ് സത്യം. ഇങ്ങനെ പാട്ടും കൂത്തുമായി ഇരുന്നാൽ മതിയോ? ഈ കഥകളൊക്കെ ഞങ്ങൾ 101 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മൾ ഇനിയും സമയം ഒട്ടും പാഴാക്കാതെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് വേട്ടക്കാരനെ തോൽപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. പട്ടണത്തിൽ മോളു എന്നൊരു പെൺകുട്ടിയുണ്ട്. നല്ല ബുദ്ധിയും സൽസ്വഭാവവുമുള്ള ഒരു പെൺകുട്ടി. അവൾക്ക് തീർച്ചയായും ചുക്കിണിയണ്ണാനെ രക്ഷപ്പെടുത്താൻ കഴിയും. അവളോട് ചെന്ന് നമ്മുടെ സങ്കടം പറയാം. അത് തന്നെ തീരുമാനം. നമുക്ക് പട്ടണത്തിൽ പോയി മോളുവിനെ കണ്ട് കാര്യങ്ങൾ പറയാം. പോകുന്ന വഴി ചോണപ്പിനുറുമ്പിനെയും കൂട്ടാം. എല്ലാവരുടെയും ബുദ്ധി ഒത്തുചേർന്നാൽ നമുക്ക് വേട്ടക്കാരനെ തോൽപ്പിക്കാനാവും.
ചുക്കുണിയണ്ണാന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നു. നമുക്ക് എന്തായാലും ചുക്കുണിയണ്ണാനെ രക്ഷപ്പെടുത്തണം. എങ്ങനെ? വേട്ടക്കാരൻ ചുട്ടനെ തോൽപ്പിക്കാൻ എന്റെ അടുത്ത് നല്ലൊരു സൂത്രമുണ്ട്. എന്ത് സൂത്രം? ഞങ്ങൾ കേൾക്കട്ടെ. ശരി, ഞാൻ ആ സൂത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹായ്, വേഗം പറമോളൂ. ആദ്യമായി എല്ലാവരും കുറച്ചു സമയം കണ്ണടച്ചിരിക്കണം. എന്തിനാ? പറയാം. ശരി. ഇനി എല്ലാവരും 1 മുതൽ 10 വരെ എണ്ണണം. അയ്യോ, അത് പറ്റില്ല. എന്തേ? ഞങ്ങൾക്ക് എണ്ണാൻ അറിയില്ല. ആർക്കും അറിയില്ലേ? ഇല്ല. ശരി, ഏതായാലും നമുക്ക് വേട്ടക്കാരൻ ചുട്ടന്റെ അടുത്തേക്ക് പോകണം. ചുക്കിണിയണ്ണാനെ രക്ഷപ്പെടുത്തണം. പക്ഷേ ഒരു കാര്യമുണ്ട്, എണ്ണാൻ അറിയുന്നവർ മാത്രം എന്റെ കൂടെ വന്നാ മതി. അയ്യോ, ഞങ്ങൾക്ക് മോളുവിന്റെ കൂടെ വരണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അറിവില്ലെങ്കിൽ വിഷമിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പ്ലീസ്. ആയിക്കോട്ടെ, എന്നാ വന്നോളൂ. വേട്ടക്കാരന്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും എണ്ണാൻ പഠിപ്പിക്കാം. എന്താ, സന്തോഷായില്ലേ? ശരി. ഒന്നും ഒന്നും രണ്ടാണ്, ആടിന് കൊമ്പുകൾ രണ്ടാണ്. ഒന്നും ഒന്നും രണ്ടാണ്, ആടിന് കൊമ്പുകൾ രണ്ടാണ്. കൂട്ടിലിരിക്കും തത്തപ്പെണ്ണിന് പച്ച ചിറകുകൾ രണ്ടാണ്. രണ്ടും ഒന്നും മൂന്നാണ്, തേങ്ങക്ക് കണ്ണുകൾ മൂന്നാണ്. രണ്ടും ഒന്നും മൂന്നാണ്, തേങ്ങക്ക് കണ്ണുകൾ മൂന്നാണ്. കുടുകുടുകുടു ശബ്ദത്താൽ പായും റിക്ഷയ്ക്ക് ചക്രം മൂന്നാണ്. മൂന്നും ഒന്നും നാലാണ്, മേശക്ക് കാലുകൾ നാലാണ്. മൂന്നും ഒന്നും നാലാണ്, മേശക്ക് കാലുകൾ നാലാണ്. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാർ ദിക്കുകളൊക്കെയും നാലാണ്. നാലും ഒന്നും അഞ്ചാണ്, കാലിന് വിരലുകൾ അഞ്ചാണ്. നാലും ഒന്നും അഞ്ചാണ്, കാലിന് വിരലുകൾ അഞ്ചാണ്. പാലപ്പൂവിൻ ഇതളുകൾ എണ്ണി പറയാം ഉത്തരം അഞ്ചാണ്. അഞ്ചും ഒന്നും ആറാണ്, ഈച്ചക്ക് കാലുകൾ ആറാണ്. അഞ്ചും ഒന്നും ആറാണ്, ഈച്ചക്ക് കാലുകൾ ആറാണ്. വീടുകൾ നിർമ്മിച്ചിടും ഇഷ്ടിക കട്ടയ്ക്ക് ഭാഗം 6ആണ്. ആറും ഒന്നും ഏഴാണ്, ആഴ്ചയിൽ ദിവസം 7ആണ്. ആറും ഒന്നും ഏഴാണ്, ആഴ്ചയിൽ ദിവസം 7ആണ്. വാനിൽ തെളിയും വാർമഴവില്ലിൻ വർണ്ണങ്ങൾ അവ 7ആണ്. ഏഴും ഒന്നും 8ആണ്, ചിലന്തിക്ക് കാലുകൾ 8ആണ്. ഏഴും ഒന്നും 8ആണ്, ചിലന്തിക്ക് കാലുകൾ 8ആണ്. നമ്മളിലുള്ള പ്രധാന അന്തസ്രാവി ഗ്രന്ഥികൾ 8ആണ്. എട്ടും ഒന്നും 9ആണ്, പറയാം നവരസം 9ആണ്. എട്ടും ഒന്നും 9ആണ്, പറയാം നവരസം 9ആണ്. എണ്ണൽ സംഖ്യകൾ നോക്കൂ, അതിൽ വിലയേറും അക്കം 9ആണ്. ഒമ്പതും ഒന്നും 10ആണ്, ഇരു കൈ വിരലുകൾ 10ആണ്. ഒമ്പതും ഒന്നും 10ആണ്, ഇരു കൈ വിരലുകൾ 10ആണ്. രണ്ടക്കങ്ങളിൽ ചെറിയവൻ നമുക്ക് കാണാം ഉത്തരം 10ആണ്. സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു വേദന. അയ്യോ. ഹായ് ചെമ്പ,
നമ്മൾ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. നീ വേഗം ചെന്ന് അമ്പും വില്ലും എടുത്തോണ്ട് വാ. ഭയപ്പെടേണ്ട, ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വന്നതാ. ചന്ദൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ? അല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും അവിടെ ഒളിച്ചിരിക്കുക. ധൈര്യമായിട്ടിരിക്കെ, ഞാനിതാ വരുന്നു. അയ്യോ ചീങ്കണ്ണി, എവിടെ എന്റെ അമ്പും വില്ലും? വേഗം പോയി എടുത്തോണ്ട് വരാം. എന്റെ അമ്പും വില്ലും കാണുന്നില്ലല്ലോ. അണ്ണാരക്കണ്ണ, എന്റെ അമ്പും വില്ലും എവിടെ? ആരെങ്കിലും എടുക്കുന്നത് നീ കണ്ടോ? നീ എന്നെ കളിയാക്കി ചിരിക്കുന്നോ? ഞാൻ നിന്നെ വെച്ചേക്കില്ല. എന്താ ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, അയ്യോ, അമ്മേ, അയ്യോ, അമ്മേ, അയ്യോ, എന്താ ചേട്ടാ? അയ്യോ, എന്റെ കാലിനാരോ അമ്പെയ്തു. അമ്മേ, വേദന സഹിക്കാൻ വയ്യേ. അയ്യോ, കഷ്ടമായി പോയല്ലോ. അമ്മേ, അയ്യോ. ഇതൊന്ന് എടുക്കാൻ സഹായിച്ചാൽ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ചേട്ടാ, ചേട്ടൻ എത്ര മൃഗങ്ങളെയും പക്ഷികളെയും അമ്പെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അമ്പ് കൊള്ളുമ്പോൾ പാവം ജീവികൾക്ക് എന്ത് വേദനയുണ്ടാകുമെന്ന് ചേട്ടൻ ഇപ്പോൾ മനസ്സിലായില്ലേ? ശരിയാണ്, വേദന സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഇനി ഞാൻ ഒരിക്കലും ഒരു ജീവിയെയും വേദനിപ്പിക്കില്ല. സത്യം. ശരി, അമ്പെടുക്കാൻ ഞാൻ സഹായിക്കാം. അതിനു മുമ്പ് ഈ അണ്ണാരക്കണ്ണനെ തുറന്നു വിടണം. എന്താ? ഓ ശരി, സമ്മതിച്ചു. ഏതായാലും നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി ഞാൻ ഒരിക്കലും ആരെയും വേദനിപ്പിക്കില്ല. എങ്കിൽ ശരി, നമുക്ക് പോകാം.